അനന്തവല്ലി ടോക്സ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി വീഡിയോ എടുത്താലോ മക്കളെ? നല്ല ശിവരാത്രി അല്ലേ? എല്ലാവർക്കും ശിവരാത്രി വ്രതം ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾക്ക് ഇവിടെ ശിവരാത്രി വ്രതം വെച്ചാൽ മുത്താറിയോട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എല്ലാവരും കണ്ടിന് കുറേ ആൾ കണ്ടു. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ ഇത് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം. ഞാൻ കുറേ ആയി വീഡിയോ ചെയ്യലില്ല, കുറച്ചായിട്ട് നിർത്തി വെച്ചാൽ. ആദ്യം ഞാൻ പറഞ്ഞു സുഖമില്ലാണ്ടായി കുറേ ചെയ്യാണ്ടിരുന്നു. അന്നേരം കുറച്ച് ഇപ്പം ഇതിൻ്റെ 3-4 വീഡിയോ എടുത്തു, ചെയ്തിട്ട് അത് ചാനലിട്ടു. പക്ഷെ അതങ്ങനെ ഒരുപാട് ആരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ആദ്യം മുത്താറിൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന ശിവരാത്രിൻ്റെ ഇതിലിട്ടിട്ട് വറക്കാൻ ഇടാൻ പറ്റുന്നുണ്ട്. വറക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ആഴ്ച റെഡിയായി വറുത്തത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ പറയാം. മുത്താറി അങ്ങനെ വറുത്ത് എല്ലാം വറുത്ത് വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യാച്ചാൽ മിക്സിയിൽ ഒന്ന് നല്ല ഒട്ടി കൊടുക്കും. പണ്ടെല്ലാം പറഞ്ഞാൽ ആസ് കല്ലിൽ പിന്നെ അല്ല അങ്ങനെ ഒരു കല്ലിൻ്റെ നടുക്ക് ഒരു വടി ആട്ടമ്മിയല്ല ആസ് കല്ലുണ്ട് ഈ മുത്താറി കൊടുക്കുന്നത്. നമ്മൾ ആ താഴോട്ട് കൂടെ കൊടുക്കുക. അതിലിങ്ങനെ വടിയെ നടുക്കിടുപോയിട്ട് അതിങ്ങനെ തിരിക്കുമ്പോൾ ഇത് പൊടി ഇങ്ങനെ പൊടിഞ്ഞ് തൂക്കും. അങ്ങനെ ഇപ്പം നമ്മൾ മിക്സിയിൽ പിന്നെ കൊടുക്കുമല്ലേ മിക്സി. അപ്പോൾ ഇതിനിപ്പോൾ നമുക്കൊരു പാത്രത്തിലെത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ പൊരിഞ്ഞ് വരും. പൊരിയൽ കുറവാണ്, എന്നാലും നല്ല ചോക്ക വറുത്തിട്ട് നല്ല വറവിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്നിട്ട് ഒരു മിക്സിയിലിട്ട് അടിക്കും. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അവിടെ എടുത്ത് വെച്ച് അതിൻ്റെ അകത്ത് വെല്ലം ചേർക്കും, പഴം ചേർക്കും, തേങ്ങ ചേർക്കും. തേങ്ങ ആദ്യം ഇട്ട് ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ പഴം ഇടും. വെല്ലം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പഴം ഇടും. അങ്ങനെ അടിച്ച് മിക്സ് ആക്കിയിട്ട് അത് ഉണ്ടയാക്കിയിട്ട് എടുക്കും. എന്നിട്ട് പിന്നെ അത് കുഴച്ച് എന്നിട്ടാണ് ഉണ്ടയാക്കിയിട്ട് നമ്മൾ കഴിക്കുക രാത്രി. അപ്പോൾ വൈകുന്നേരം പൂജയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പ്രസാദം അമ്പലത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കഴിച്ചതിന് ശേഷം രാവിലെ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്നും കഴിക്കാണ്ടിരുന്നിട്ട് പിന്നെ വൈകുന്നേരം ആദ്യം കുളിച്ച് അമ്പലത്തിൽ പോയി ഉമിനീര് വരെ ഇറക്കൂല. അമ്പലത്തിൽ പോയി പിന്നെ പൂജ തൊഴുത് പ്രസാദവും തീർത്തും കിട്ടി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വരും. നമ്മൾ വന്നിട്ടാകുമ്പോൾ ഒരു ഇളനീര് കൊണ്ടുപോകും. ആ ഇളനീര് ചെത്തി കുടിക്കും. എല്ലാവരും ഓരോ ഇളനീര് കൊണ്ടുപോകും. അത് അമ്പലത്തിൽ നിന്ന് ചെത്തി കഴിക്കും. പിന്നെ ഒരു പാനകം എന്ന് പറഞ്ഞ സാധനം കിട്ടാണ്ട് വെള്ളത്തോണ്ട് ഉണ്ടാക്കുന്നത് ഈ വ്രതം എടുക്കുന്ന ആൾക്ക് അത് വേണ്ടാക്ക് കുടിക്കുക, വേണ്ടാത്ത കുപ്പിയിൽ കൊണ്ടുവരാം. അങ്ങനെ അത് കഴിക്കും വീട്ടിൽ നിന്ന്. അതങ്ങനെ കഴിക്കും. അങ്ങനെ കഴിച്ചിട്ട് ഇതിൻ്റെ വെല്ലെല്ലാം വിരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തേങ്ങയരി വെച്ചിട്ടുണ്ട്, പഴം ഇതൊക്കെ ഇതിലടിക്കും. അങ്ങനെ അതും കഴിച്ച് വരുമ്പോഴത്തേക്കിനും ഇന്ന് ഒരാൾ കുളിച്ച് ശുദ്ധമായിട്ട് മുത്താറിയെല്ലാം കഴിച്ച് ഉണ്ടയാക്കി വെക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് മുത്താറി കൊടുക്കും. ഉണ്ടയും കൊടുത്ത് പിന്നെ ചായയും ആക്കി പറഞ്ഞു വെക്കും. ചായയും മുത്താറി ഉണ്ടിയാണ് കഴിക്കുക. പിന്നെ അന്നത്തെ ദിവസം വേറെ പലഹാരം ഒന്നും കഴിക്കില്ല, വെച്ച് വന്ന സാധനമൊന്നും കഴിക്കില്ല. അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ രാത്രി ഉറക്കൊഴിയാൻ പോകും. ഉറക്കൊഴിയാൻ പോകുന്ന ആൾ കാണും, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പരിപാടി ഉണ്ട്, അത് കാണാൻ പോയി കണ്ട് വരും. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് TV എല്ലാം കണ്ടിട്ട് നേരം പോലെ എടുത്തു ഉറക്കൊയ്യാനിരിക്കും, ഒന്നും ഉറങ്ങൊന്നുമില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നേരം വെളിച്ചം വന്നാൽ പിറ്റേന്ന് രാവിലെ ശിവരാത്രി പിറ്റേന്ന് പിന്നെ നമ്മൾ കുളിച്ച് തീർത്ഥം സേവിക്കണ്ടെങ്കിൽ അരി മണി എടുക്കണം. ഒരു 7 മണി പച്ചരിൻ്റെ 7 മണി അരി. പിന്നെ തുളസിപ്പൂവ്, തുളസിക്ക് വെള്ളം ഒഴിക്കും. പിന്നെ ചന്ദനം, ഭസ്മം. അപ്പോൾ ആദ്യം ഭസ്മം തൊട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദനവും അരിയും കൂടി കയ്യിൽ ഇടും. അങ്ങനെ അതും ഈ ഭസ്മം തൊട്ട കയ്യിൽ അങ്ങനെ വെള്ളം ഒഴിക്കും, കിണ്ടിയും വെള്ളം ഒഴിച്ച്. അപ്പോൾ ഈ തുളസിപ്പൂവിനോട് ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ നമ്മളത് സേവിക്കും. അത് സേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്രതം മുറിക്കും. അതുവരെ ശിവരാത്രിൻ്റെ വ്രതം അതുവരെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം രാവിലെ ചായ പിന്നെ പലഹാരങ്ങളൊക്കെ കഴിക്കും. അരിയാഹാരം ദോശയോ പുട്ടോ ഒന്നും കഴിക്കും. പിന്നെ ഉച്ചക്ക് നേരം ചോറുണ്ണും. പിന്നെ അങ്ങനെ പോയി അതിൻ്റെ പിറ്റേന്ന് രാവിലെ മുതൽ നമുക്ക് എല്ലാ പോലെ കഴിക്കാം, ആഹാരങ്ങൾ കഴിക്കും. അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെയാണ് നമ്മളെ ശിവരാത്രി. ഇവിടെ നമ്മളൊരു സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശിവരാത്രി ആയെന്ന് ഞാൻ നേരെ അതിൻ്റെ ഉണ്ടേനെല്ലാം പണിയെടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മമ്മേ എനിക്ക് സേമിയ പായസം കുടിക്കാൻ പൂതിയാകുന്നുണ്ട്, ലേശം ഉണ്ടാക്കി തരും ചോദിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു സേമിയ പായസം. നമ്മൾ വ്രതമുള്ള ആളൊന്നും കഴിക്കില്ല, നമുക്കൊന്നും വ്രതമൊന്നുമില്ല. പിന്നെ ഒരിക്കലും എടുത്തിട്ട് ഒരു നേരം ചോറുണ്ടു, രാത്രി കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അല്ലാണ്ട് അങ്ങനത്തെ വ്രതം എടുക്കുന്നില്ല. ഇപ്പോൾ വ്രതമൊന്നും എടുക്കാറില്ല. പിന്നെ എല്ലാവരും ഉണ്ട്, അനിയത്തിയും അവരൊക്കെ വ്രതം എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇത് ഞാനൊരു സംഗതി പറയാൻ പറ്റുപോയി. ശിവരാത്രിക്ക് നമുക്കൊരു ചാണകം കൊണ്ട് ഒരു ബരടി എന്ന് പറഞ്ഞ സംഗതി പരത്തുന്നുണ്ട്. അത് നമുക്ക് സന്ധ്യക്ക് വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ചാണകമൊക്കെ പറ്റി വൃത്തിയാക്കിയ മുറ്റത്ത് അത് വെച്ചിട്ട് അട്ടിയായി വെച്ചിട്ട് കത്തിക്കും. പിന്നെ ഉണക്കി എല്ലാം വെക്കും, മാലയായി ഓർത്ത് വെക്കും. എന്നിട്ട് അത് നമ്മൾ കത്തിച്ചിട്ട് തുളസീൻ്റെ കൊമ്പും പിന്നെ വിളക്കുന്ന തിരികെ കൊടുത്തിട്ട് അന്ന് കത്തിക്കുക. അങ്ങനെ അത് കത്തിച്ചിട്ട് ഭസ്മമാക്കി വെക്കും. എന്നിട്ട് ആ ഭസ്മം വാരി പിറ്റേന്ന് രാവിലെ കഴുകി അരിക്കും. മേലത്തെ ഊറലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അമർന്ന സംഗതി എടുത്തിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ വാരി ഒരു പാള കൊണ്ടുവന്നിട്ട് പാളയിൽ അത് പിന്നെ എല്ലാം വാരി ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലോണം ഉണ്ടയാക്കി എടുക്കാൻ പറ്റും. നല്ലോണം പിന്നെ ഉണ്ടയാക്കിയിട്ട് എടുക്കുന്ന പാകത്തിന് പിന്നെ നല്ല കുഴഞ്ഞു വരുന്ന ഭാഗമാകുമ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് പിന്നെ ഉരുട്ടി വെച്ചിട്ട് ഈ തീക്കനലിലിട്ട് സ്ഫുടം ചെയ്യുമെന്ന് പറയും. അത് എന്നിട്ട് എല്ലാം ചെയ്ത് 2-3 ദിവസം കനലിലിട്ട് വെച്ചതിന് ശേഷം കനലിൽ മാന്തി ഇങ്ങെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സംഗതി എടുത്തിട്ട് അന്ന് നമ്മൾ ഭസ്മാക്കി തൊടുക. ശിവരാത്രി ഏകാദശി നോൽമിനി, ശിവരാത്രിക്ക് പിന്നെ വൈകുന്നേരം രാവിലെ ഒന്നും ഭസ്മം തൊടില്ല. ഏകാദശി നോൽമിനി, തിങ്കളാഴ്ച ഒരിക്കലിന് ഇതൊക്കെ ഈ ഭസ്മം ഇതാണ് തൊടുക. അതാണ് നമ്മളെ ശിവരാത്രിൻ്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും കാണണം.